സഹോദരന്മാരെ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഇവിടെ അവരുടേതായ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ടും ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അവർ കൊടുക്കേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും ഇവിടെ ഐക്യത്തോടെ, രഞ്ജിപ്പോടെ, സൗഹാർദ്ദത്തോടെ കൂടി ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കാൻ കുടുംബബന്ധം വളരെ അനിവാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കുടുംബബന്ധത്തെ തകരാറാക്കുന്ന ദൂഷിക വലയങ്ങളെ നമ്മൾ പൊരുതി തോൽപ്പിക്കണം. അതിലേറ്റവും പ്രധാനമായി എനിക്ക് പറയുവാനുള്ളത് മദ്യമാണ്. ഇവിടെ ഒരു കുടുംബത്തിലെയും, യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരണ ചെയ്താൽ ഒരു കുടുംബത്തിലെയും സഹോദരിമാർ, മാതാക്കൾ, നമ്മുടെ സഹധർമ്മിണിമാർ, ഭാര്യമാർ ഒരിക്കലും ഇവിടെ മദ്യം ഇഷ്ടപ്പെടുന്നില്ല. കാരണം മനുഷ്യൻ്റെ സാമൂഹികമായ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ദോഷമായി, പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് മദ്യമെന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, പ്രവാചകൻ പറഞ്ഞത് അൽ ഹംറു ഉമ്മുൽ ഖബായിസ്, മദ്യം കുറ്റങ്ങളുടെ, പാപങ്ങളുടെ മാതാവ് എന്നാണ്. അങ്ങനെ പറയാൻ കാരണം, കുറ്റവാളികളായ ആളുകൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ പ്രമാദമായ വലിയ കുറ്റങ്ങൾക്ക് അവർക്ക് പ്രേരണയായി വർത്തിച്ചിട്ടുള്ളത് ലഹരിയാണ്, മദ്യമാണ്. ആ മദ്യം തലയ്ക്ക് ചെന്നാൽ സഹോദരി ആരാണ്, ഭാര്യ ആരാണ്, മാതാവ് ആരാണ്, ജ്യേഷ്ഠാനുജന്മാരാരാണ്, പിതാവ് ആരാണ് എന്നുപോലും അറിയില്ല. ആ രൂപത്തിൽ എല്ലാ വിവേക സ്വഭാവങ്ങളും നഷ്ടപ്പെട്ട് സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങളും കൊള്ളരുതായ്മകളും പ്രവർത്തിക്കുവാൻ അവൻ്റെ മസ്തിഷ്കത്തിന് പ്രേരണ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മദ്യമാണ്. അതുകൊണ്ട് നല്ല മനുഷ്യന്മാരെല്ലാം ആവശ്യപ്പെടുന്നു, മദ്യവർജനം നടപ്പാക്കണം, മദ്യത്തിൻ്റെ ഉപഭോഗം ഒഴിവാക്കണം. അതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ചെയ്യണം. ക്രമേണ മദ്യവിരുദ്ധ സമൂഹമാക്കി ഈ സമൂഹത്തെ മാറ്റണം.